KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ തന്നെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് നസ്വലിനെ സംസ്ഥാന കമ്മിറ്റി തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. വ്യാജ ഓഡിയോ സന്ദേശത്തിന് പിന്നിൽ നസ്വലാണെന്ന് പ്രതികൾ നൽകിയ പരാതിയിലാണ് നടപടി. KSU നേതാക്കൾ ഉൾപ്പെട്ട ഹണി ട്രാപ്പ് കേസിൽ പ്രതിപട്ടിക ഇനിയും ഉയരാൻ സാധ്യത. പരാതിക്കാരൻ കേസ് പിൻവലിച്ചാലും കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. മുഴുവൻ പാപഭാരവും തന്റെ തലയിൽ കൊണ്ടുവച്ച് തടിയൂരാനുള്ള വാദിയുടെയും പ്രതികളുടെയും നീക്കത്തിനെതിരെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KSU വൈസ് പ്രസിഡന്റ് നസ്ഫൽ രംഗത്ത് വരാനാണ് സാധ്യത. ഈ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് നസ്ഫൽ പറയുന്നത്. തനിക്കെതിരെയുള്ള തെളിവ് പുറത്തുവിടണമെന്ന് നസ്ഫലിന്റെ വെല്ലുവിളി. അതേസമയം പുലിവാലിൽ പിടിച്ച അവസ്ഥയിലാണ് വാദിയും പ്രതികളും. ഒരു ഭാഗത്ത് ഹണി ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ മറുഭാഗത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ തല താഴ്ത്തേണ്ട ഗതികേടിലായി KSU സംസ്ഥാന നേതൃത്വം. 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ കേസിൽ പ്രതികളായതോടെ KSU ക്യാമ്പസുകളിൽ നാണം കെട്ടു. KSU സംസ്ഥാന പ്രസിഡന്റാണെങ്കിൽ ജില്ലാ ഭാരവാഹിയെ പുറത്താക്കി ഒളിച്ചോടുന്നു. 2 സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടതിയിൽ ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിൽ ആരോപിച്ചത്. തെളിവായി യുവതിയുടെ ഓഡിയോ ക്ലിപ്പും സമർപ്പിച്ചതായാണ് സൂചന. കൈരളി ന്യൂസ്, കൊല്ലം.